ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിശുദ്ധാത്മാവിനാൽ സൗഖ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 തീമോഥെയോസ് 1:7 ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. സാത്താൻ നമുക്ക് ഭയത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കാരണവുമില്ലാതെ നമുക്ക് ഭയം ഉണ്ടാകുന്നത്. അന്ധകാരത്തെക്കുറിച്ചുള്ള ഭയം, മരിച്ചവരെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം തുടങ്ങി അനേക ഭയങ്ങൾ അവൻ നമ്മിൽ ഉണ്ടാക്കുന്നു. ഒരു സിംഹം മറ്റു മൃഗങ്ങളെ വേട്ടയാടാൻ ഉദ്ദേശിക്കുമ്പോൾ അത് അതിന്റെ ഗുഹയിൽ നിന്ന് ഉച്ചത്തിൽ അലറുന്നു. കാട് മുഴുവൻ സിംഹഗർജനത്താൽ പ്രതിധ്വനിക്കും. കൂടാതെ എല്ലാ മൃഗങ്ങളും ഭയന്ന് അവരുടെ സുരക്ഷിതമായ വാസസ്ഥലങ്ങളിൽ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങും. ഒടുവിൽ സിംഹത്തിന്റെ ഗുഹയിൽ വന്ന് വീഴും. അപ്പോൾ സിംഹത്തിന് അതിനെ വിഴുങ്ങാൻ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ സാത്താൻ ഒരു മനുഷ്യനെ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലാക്കുന്നതിന് മുൻപ് അവനെ ഭയപ്പെടുത്തുന്നു. അവൻ അവരുടെ ജീവിതത്തിൽ അനേകം കഷ്ടതകൾ കൊണ്ടുവരുന്നു. അവൻ അവരുടെ ഉറക്കത്തിൽ ഭയങ്കരമായ പല സ്വപ്നങ്ങളും കാണിക്കും. അങ്ങനെ അവരിൽ ഭയമുണ്ടാകുന്നു. അതിന്റെ ഫലമായി രോഗങ്ങളും അസുഖങ്ങളും ഉണ്ടാക്കുന്നു. എന്നാൽ ദൈവമേ, ആത്മാവ് വളരെ സ്നേഹമുള്ളവനാണ്. അവൻ ഒരിക്കലും നമ്മുടെ ഭയത്തിന്റെ ആത്മാവ് നൽകില്ല. അവൻ തന്റെ അഭിഷേകത്താൽ അവരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നുഖങ്ങളും നശിപ്പിക്കുന്നു എന്ന് യെശയ്യാവ് 10:27 ശക്തി കൊണ്ടോ സൈന്യത്താലോ അല്ല, എന്റെ ആത്മാവിനാൽ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് സെഖര്യാവ് 4:6 കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള എതിരാളിയുടെ എല്ലാ പിടിയും നശിക്കപ്പെടുന്നു. ഭയത്തിന്റെ ആത്മാവിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നാം ദൈവീക ശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു. ഈ എണ്ണ നമ്മുടെ ആത്മാവിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ മുറിവുകളെല്ലാം സുഖപ്പെടുന്നു. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തെയും ഉണർത്തുന്നു. നാം പാപങ്ങളിൽ മരിച്ചാലും അതിനെ ജീവിപ്പിക്കാൻ കർത്താവിന്റെ ആത്മാവിന് കഴിയും. എന്നാൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ തങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും ജീവൻ നൽകുമെന്ന് തിരുവെഴുത്ത് റോമർ 8:11 പറയപ്പെടുന്നു. നാം ആത്മാവിന്റെ സന്നിധിയിൽ ഇരുന്ന് ആത്മാവിൽ നിറഞ്ഞവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മർത്യ ശരീരം പുനർജീവിക്കപ്പെടും. നമ്മുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് സുഖം ലഭിക്കുന്നു. പഴയ നിയമത്തിൽ മോശ അഹരോന്റെ വടി ഇസ്രായേലിലെ മറ്റു മൂപ്പന്മാരുടെ വടികളോടൊപ്പം ദൈവസന്നിധിയിൽ കൂടാരത്തിൽ സ്ഥാപിച്ചു. അടുത്ത ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിൽ ചെന്നപ്പോൾ വലിയൊരു അത്ഭുതമുണ്ടായി. മറ്റെല്ലാ വടികളും നിർജീവമായിരുന്നപ്പോൾ ലേവിയുടെ ഗൃഹത്തിലെ അഹരോന്റെ വടി മുളച്ച് മുളകങ്ങൾ വിടർത്തി പൂവിടുകയും പഴുത്ത് ബദാം കായ്ക്കുകയും ചെയ്തിരുന്നു. ദൈവമക്കളെ, അഹരോന്റെ വടി നമ്മുടെ ശരീരമാണ്. അത് ദുർബലവും ദീനവുമാണെങ്കിൽ പോലും നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ജീവിപ്പിക്കപ്പെടുകയും കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 10:38 നസ്രീനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചിനെ ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 3-4 അധ്യായങ്ങൾ, വൈകുന്നേരം ഗലാത്യർ 6 അധ്യായം. ആമേൻ.